തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുകയാണ് മുന്നണികൾ. കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടു. 40 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ 2 മണ്ഡലം പ്രസിഡന്റുമാർ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടതോടെ പാലക്കാട് നഗരസഭയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനായില്ല. അതിനിടെ കോഴിക്കോട്, കണ്ണൂർ കോർപ്പറേഷനുകളിൽ BJP ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. കൊച്ചിയിൽ ആകെയുള്ള 76 സീറ്റിൽ 65 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുക. ദീപ്തി മേരി വർഗീസ്, കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരീത്തറ എന്നിവർ ആദ്യഘട്ട പട്ടികയിലുണ്ട്. എന്നാൽ മുൻ മേയർ സൗമിനി ജെയിൻ ആദ്യഘട്ട പട്ടികയിലില്ല. രണ്ടാം ഘട്ട പട്ടികയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിക്കാമെന്ന് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. ആദ്യഘട്ടമായി 76 ഡിവിഷനിലെ കോൺഗ്രസ് മത്സരിക്കുന്ന 65 സീറ്റിൽ 40 സ്ഥാനാർത്ഥിമാരെ ആദ്യഘട്ടമായി പ്രഖ്യാപിക്കുകയാണ്. 34 സ്റ്റേഡിയം അവിടുത്തെ മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്. അതേസമയം പാലക്കാട് നഗരസഭയിലേക്ക് കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനായില്ല. പ്രശ്നപരിഹാരത്തിന് ചേർന്ന കോർ കമ്മിറ്റിയിലും തീരുമാനമായില്ല. 2 മണ്ഡലം പ്രസിഡന്റുമാർ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ടതോടെയാണ് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായത്. കോഴിക്കോട് കോർപ്പറേഷനിലെ ചാലപ്പുറം വാർഡ് CMPക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് M. അയ്യൂബ് രാജിവെച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ 45 ഡിവിഷനുകളിലും കൊല്ലം കോർപ്പറേഷനിലെ 21 ഡിവിഷനുകളിലും BJP ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് കാരപ്പറമ്പ് വാർഡിൽ മത്സരിക്കും. മേയർ സ്ഥാനാർത്ഥിയെ പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. 76 സീറ്റിൽ 45 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. 2 ദിവസത്തിനകം ബാക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കൂടെ പ്രഖ്യാപിക്കും. കണ്ണൂരിൽ മുന്നണി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. അതിനിടെ കണ്ണൂർ INL ജില്ലാ പ്രസിഡന്റ് സിറാജ് തയ്യിൽ രാജിവെച്ച് AP അബ്ദുൽ വഹാബ് നേതൃത്വം നൽകുന്ന നാഷണൽ ലീഗിൽ ചേർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.